തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ അടിസ്ഥാനം. തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമക്കുന്നൊരു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശുക്രിസ്തു. അതുകൊണ്ട് സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മളുടെ എല്ലാവരുടെയും പാപങ്ങൾ യേശുക്രിസ്തു വഹിച്ചു. നമ്മുടെ വേദനയെല്ലാം യേശുക്രിസ്തു ചുമന്നു. അതിൻ്റെ അർത്ഥം ഒരു പാപി തെറ്റ് ചെയ്താൽ അവന് ശിക്ഷയുണ്ട്, കോടതി നിയമപ്രകാരം അവനെ ശിക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ സകല മനുഷ്യൻ്റെയും ശിക്ഷ സ്വർഗീയ ദൈവത്തിൻ്റെ, സർവശക്തനാകുന്ന ഉലക സ്ഥാപനം മുഴുവൻ നിർമ്മിച്ച സർവശക്തനാകുന്ന ദൈവം 10,000 ഇല്ല, ഒരൊറ്റ ആളേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നാം എല്ലാവരും നിൽക്കേണ്ടവരാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന കാര്യം, സകല മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ആമയെ ഏൽപ്പിച്ചു തന്നു. എന്താ ഏൽപ്പിച്ചു തരിക? നമ്മുടെ സകല ശിക്ഷകളും യേശുവിൻ്റെ മേലെ ചുമത്തുകയും യേശു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ന്യായവിധിയുടെ പരിഹാരത്തിന് വേണ്ടി, നമ്മുടെ മരണത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു ആമേൻ ക്രൂശിക്കപ്പെടുകയും 6 മണിക്കൂറോളം ആ റോമ ഗവൺമെൻറ്റിൻ്റെ ശിക്ഷകൾ ഏറ്റെടുത്ത് നമ്മുടെ വേദന മുഴുവൻ സഹിക്കുകയും 3-ാമത്തെ ദിവസം അത് രാജാക്കന്മാർ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കല്ലറ തുറന്നു. അതിന് അർത്ഥം യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചു. 40 ദിവസം ഭൂമി ജീവിച്ച ശേഷം ആമേൻ യേശുക്രിസ്തു എല്ലാവരും കാണാൻ ചെല്ലെ സ്വർഗാരോഹണം ചെയ്തു. ആ യേശുക്രിസ്തു ഇനി മധ്യാകാശത്തിൽ തന്നെ വിശ്വസിക്കുന്ന തൻ്റെ വൃദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി വേഗം വരാൻ പോവുകയാണ്. അതിൻ്റെ ചില ആരംഭങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വൃദ്ധന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം? വിശുദ്ധിയുള്ളവരും വേർപെട്ടവരും അത് വിശുദ്ധ ജീവിതം നയിക്കുന്നവരുമായിരിക്കണം. തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി കർത്താവ് മധ്യ ആകാശത്തിൽ വരും. അതുകൊണ്ട് ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, തന്നെ കാത്തിരിക്കുന്ന ദൈവജനം അത് വിശ്വാസത്തിൻ്റെ പാരമ്പര്യം പറയാതെ വിശുദ്ധിയും വേർപാടോടുകൂടി ജീവിക്കേണ്ടവരാണ്. ജീവിച്ചാൽ മാത്രമേ യേശുക്രിസ്തു വരുന്നൊരു സംഘടനയെ ചേർക്കുവാനല്ല, യേശുക്രിസ്തു വരുന്ന ഒരു സമുദായത്തെ ചേർക്കുവാനല്ല, യേശുക്രിസ്തു വരുന്ന ഒരു മതത്തെ ചേർക്കുവാനല്ല, തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ തൻ്റെ കൽപ്പന അനുസരിച്ച് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തെ വിശ്വസിച്ച് ഏവർക്കും ദൈവമക്കൾ അധികാരം കൊടുത്തു. തൻ്റെ കൽപ്പന പ്രകാരം വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന തൻ്റെ ജനത്തെ ചേർക്കുവാൻ വേണ്ടി യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുവാൻ സമയമായി. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകുമെന്ന് വാക്കു പറഞ്ഞ കർത്താവ് ആമേൻ ഇത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ലോകത്ത്. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് മധ്യാകാശത്തിലേക്ക് വരും. ആമേൻ നമ്മളെ എടുക്കാൻ വേണ്ടി അവൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് സഭയായിരിക്കും നാം ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ 7 വർഷം കർത്താവിനോടുകൂടെ വാസം ചെയ്ത ശേഷം 7-ാമത്തെ വർഷം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരും. ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് ആമേൻ ഇന്ന് സ്നേഹത്തിൻ്റെയും ആമേൻ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കർത്താവ്. എന്നാൽ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ കാണുന്നത് എന്ന് ചോദിച്ചാൽ 12-ാം അധ്യായത്തിൽ കാണുന്നത് മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണുന്നത് എന്താ ചോദിച്ചാൽ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആമേൻ അവിടെ പറയുന്നൊരു കാര്യമാണ്, കുഞ്ഞാടിൻ്റെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഉന്നതന്മാരും ദാസന്മാരും അങ്ങനെയുള്ള വലിയ വലിയ ആളുകളെല്ലാം ഇവിടെ പറയുന്ന കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം മലകളെ ഗുഹകളെ
ഞങ്ങളെ മറയ്ക്കുവിൻ എന്ന് പറയുന്ന ഒരു ദിവസം വരും. കാരണം ഇന്ന് യേശുക്രിസ്തു കൃപയുടെ വാതിൽ തുറന്നു വെച്ച് സ്നേഹവും സന്തോഷവും സമാധാനം കൊടുക്കുമ്പോൾ, നാളെ ആമേൻ ഞാൻ പറയട്ടെ, ഒരു ദിവസം കുഞ്ഞാടിൻ്റെ കോപം വെളിപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ആർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല. മലകൾക്കോ ഗുഹകൾക്കോ നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല. സാക്ഷാൽ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ ദൈവം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ ആരും നശിച്ചു പോകുകയില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ രക്ഷ വരുന്നത്, അവിടെയാണ് നിത്യത നിങ്ങൾ പ്രാപിക്കുന്നത്, അവിടെയാണ് നിങ്ങൾ മരണം മാറിപ്പോകുന്നത്, അവിടെയാണ് ന്യായവിധി മാറിപ്പോകുന്നത്. കർത്താവ് യേശുവിനല്ലാതെ നമ്മെ രക്ഷിപ്പാൻ മറ്റൊരുത്തനും കഴിയത്തില്ല. അതുകൊണ്ട് ശിഷ്യന്മാർ പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല.